ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഹാപ്പിയും സാറ്റിസ്ഫൈഡുമാണ്. ലൈക്ക് തിയേറ്ററിൽ നിന്ന് ഒരു പടം കണ്ട് ഇറങ്ങുമ്പോൾ ഐ തിങ്ക് ഈ അടുത്ത് എനിക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാനൊരു പടം കണ്ട് ഇറങ്ങിയിട്ടില്ല. ആൻഡ് ലൈക്ക് ഓരോ പടവും അത്രയും ഡിഫറെൻ്റ് ആണ്, അത്രയും യൂണീക്കാണ്. ഞാൻ മസ്തിഷ്ക മരണം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ആൻഡ് എല്ലാവരും ഐ തിങ്ക് നിർബന്ധമായിട്ട് കാണണം. സോ ദാറ്റ് ഇങ്ങനത്തെ സിനിമകളും ഇങ്ങനത്തെ ഫിലിം മേക്കേഴ്സും ഇങ്ങനത്തെ വർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഇറ്റ് ഫീൽ സോ നൈസ്. എല്ലാവരും ചിരിക്കുന്നൊക്കെ കേൾക്കുമ്പോൾ അപ്പം നിങ്ങൾ എന്തായാലും കാണണം, എന്തായാലും എൻജോയ് ചെയ്യും. ഭയങ്കര പൊളിയാണ്. എനിക്കൊന്ന് കൃഷാന്ത് സെപ്പറേറ്റ്ലി കൃഷാന്തിനായിട്ട് തന്നെ ഒരു ജോണറും ഒരു സ്പേസും ഒക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. അത്രയും ഐഡൻറ്റിറ്റി ഉള്ള ഒരു ഫിലിം മേക്കർ അത്രയും ക്യാരക്ടറുള്ള സിനിമകളാണ് ചെയ്യുന്നത്. അപ്പോൾ വി ആർ ഓൾ ലക്കി ടു ബി വർക്കിംഗ് അറ്റ് ദ സെയിം ടൈം ദറ്റ് കൃഷാന്ത്. കാരണം കുറേയൊക്കെ ഐ തിങ്ക് നമ്മളറിയാതെ നമ്മൾ വെക്കുന്ന കുറേ ബൗണ്ടറീസ് കൃഷാന്തായിട്ട് പൊളിക്കുന്നുണ്ട്. ആൻഡ് ലൈക്ക് ഓരോ പടവും അത്രയും ഡിഫറെൻ്റ് ആണ്, അത്രയും യൂണീക്കാണ്. ഞാൻ മസ്തിഷ്ക മരണം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ആൻഡ് എല്ലാവരും ഐ തിങ്ക് നിർബന്ധമായിട്ട് കാണണം. സോ ദാറ്റ് ഇങ്ങനത്തെ സിനിമകളും ഇങ്ങനത്തെ ഫിലിം മേക്കേഴ്സും ഇങ്ങനത്തെ വർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കണം. കോമഡി വർക്ക് ആവുക എന്നുള്ളത് അത്ര ചില്ലറ കാര്യമല്ല. ഐ തിങ്ക് കോമഡി കൃഷാന്തിൻ്റെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ പരിപാടിയിലും ഭയങ്കര രസമായിട്ട് അത് വീവിൻ ചെയ്യാറുണ്ട്. ഈസ് റിയലി സ്കിൽഡ് അറ്റ് ദാറ്റ്. അത് റൈറ്റിംഗ് ലെവലിലും പിന്നെ പെർഫോമൻസ് ലെവലിലും കറക്റ്റായിട്ട് ടാപ്പ് ചെയ്യാനൊക്കെ പുള്ളിക്ക് ഭയങ്കര കൃത്യമായിട്ട് അറിയാം. അതിവിടെയും വർക്കായിട്ടുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസസ് ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. എല്ലാം ലൈക്ക് ഭയങ്കര ഫ്രഷ് എന്ന ഈ പറയുന്ന പോലെ ഒരു ഫോസിയബിൾ ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്ത് കംഫർട്ടബിളി ഇരിക്കാനും പറ്റും. അങ്ങനെ ഭയങ്കര നമ്മളെ അൺകംഫർട്ടബിൾ ആക്കുന്ന അല്ലെങ്കിൽ ഒരു രീതിയിലും ഗ്രൗണ്ടഡ് അല്ലാത്തൊരു പരിപാടിയൊന്നുമല്ല. ഭയങ്കര സ്മാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ആക്ടേഴ്സ് എല്ലാവരും ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഐ തിങ്ക് രജിഷയും നിരഞ്ജും ദിവ്യയും വിഷ്ണുവിൻ്റെയൊക്കെ പരിപാടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതെ, ഇത് 20 years later നടക്കുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. എവറിത്തിങ് എൽസ് ഇസ് സെയിം, ലൈക്ക് എൻഡ് ടു എൻഡ് കോമഡി ആയിട്ടുള്ള ഒരു ഭയങ്കര ഹ്യൂമറസ്. നിരഞ്ജൊക്കെ ഭയങ്കര ഫണ്ണി ആയിട്ട് തന്നെ ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് തിയേറ്ററിൽ ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ട് കാണുന്നത്. ആൻഡ് ഇറ്റ് ഫീൽ സോ നൈസ്. എല്ലാവരും ചിരിക്കുന്നൊക്കെ കേൾക്കുമ്പോൾ അപ്പം നിങ്ങൾ എന്തായാലും കാണണം, എന്തായാലും എൻജോയ് ചെയ്യും. അങ്ങനൊന്നുമില്ല. ആള് കട്ട് ഹെയർ കട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പഠിക്കാൻ പറഞ്ഞു, പഠിച്ചു. പടത്തിന് വളർന്നു. 1 വർഷമായി പടം. മുടി വളരുമല്ലോ. ഭയങ്കര ഫൺ, ഭയങ്കര ടീമാണ്. ഭയങ്കര ഫണ്ണാണ് അവരുടെ വർക്ക് ചെയ്യാൻ. നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ഈ ടീമിനെ. സോ ഐ തിങ്ക് I have to appreciate Krishant for the effort and what he tried. Something. Krishant is very sweet guy. അതന്നെ ഭയങ്കര അടിപൊളി മച്ചാനാണ്. അപ്പം വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ്. അതെ, പക്ഷേ ആള് ഭയങ്കര നോർമലാണ്. പക്ഷെ ഇങ്ങനെയാണ് ഐഡിയാസൊക്കെ. അതെ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഹാപ്പിയും സാറ്റിസ്ഫൈഡുമാണ്. ലൈക്ക് തിയേറ്ററിൽ നിന്ന് ഒരു പടം കണ്ട് ഇറങ്ങുമ്പോൾ ഐ തിങ്ക് ഈ അടുത്ത് എനിക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാനൊരു പടം കണ്ട് ഇറങ്ങിയിട്ടില്ല. ഇറ്റ് വാസ് വെരി റിലേറ്റബിൾ ആൻഡ് ദ പെർഫോമൻസസ് ആർ വെരി ഗുഡ്. രജിഷ ഇസ് എ വെരി ക്ലോസ് ഫ്രണ്ട്. അപ്പം മെയ്ഡ് മീ ഫീൽ വെരി പ്രൗഡ് ദ വേ ഷീ പെർഫോം, പോർട്രേറ്റ് ദ ക്യാരക്ടർ. അടിപൊളിയായിരുന്നു. ലോക സിനിമ വരുന്നു. അതിനുശേഷം ഇങ്ങനെ ഡിഫറെൻറ്റ് ജോണേഴ്സ് നമ്മുടെ മലയാള സിനിമയ്ക്ക് പരീക്ഷിക്കുമ്പോൾ നമുക്ക് തന്നെ തിയേറ്ററിൽ കാണുമ്പോൾ സന്തോഷമുണ്ട്. അതെ, ഇറ്റ്സ് വെരി നൈസ്. ആൻഡ് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സയൻസ് ഫിക്ഷൻ ഒരു ഉണ്ടെങ്കിലും ഇതിൽ പറയുന്ന വിഷയങ്ങൾ ഭയങ്കര റിലേറ്റബിളാണ്. ആൻഡ് ദാറ്റ് ഈസ് ഹാപ്പനിങ് നൗ ഓൾസോ. അപ്പോൾ അത് വേറെ കാലഘട്ടത്തിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയതും സിനിമ. ഐ ഫീൽ വെരി പ്രൗഡ് വെൻ ഐ സീ ഓൾ ദീസ് സിനിമ ആൻഡ് all of them performing so well. So it was very happy to see. ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നു ഇതൊക്കെ വർക്കാവുന്നു. പിന്നെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാരൻ ആയിട്ടാണ് എൻ്റെ ക്യാരക്ടർ. അപ്പം 2046 ആണെങ്കിലും നമ്മുടെ സംഭവങ്ങളും കോമഡികളൊക്കെ വർക്കാവുന്നൊരു അവിടെ യൂസ് ചെയ്യാം എന്നുള്ള സാധനം. അങ്ങനെയൊക്കെയാണ് അപ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓർമ്മയുണ്ട്. അതൊരു എൻ്റെ അതൊരു ഡയലോഗ് ഉണ്ട് പടത്തിൻ്റെ. ഐ വുഡ് നോ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ശ്രദ്ധിച്ചോന്ന് അറിയില്ല. പടം കണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ട ഗംഭീരം ഒന്നും പറയല്ല. ലൈക്ക് ഈ ഒരു കൃഷാന്തിന്റെ മൂവി എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എക്സ്പെക്ടേഷൻ ആയിരിക്കും അല്ലേ? അത് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ എക്സ്പെക്ടേഷനിൽ കയ്യടി വരുമ്പോൾ എങ്ങനെയാണ്? ഭയങ്കര സന്തോഷമാണ്. കൃഷാന്ത് ഒരു പ്രോപ്പർ ഫസ്റ്റ് കമേഴ്ഷ്യൽ ഔട്ടിംഗ് ആണ്. ഒരു തിയേറ്റർ ലൈക്ക് പ്രോപ്പർ തിയേറ്റർ ഔട്ടിംഗ് പടമാണ്. അപ്പോൾ അതിങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷം. 20 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയായിരിക്കും? എനിക്കറിയില്ല. ഇതിനെക്കാട്ടിയും മോശമായിരിക്കും പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല.